ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പിണറായി വിജയനാണ് എന്ന കാര്യം ഇവിടെ അരുൺ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ നിയമസഭാ കക്ഷി നേതാവ് ആരാകണം എന്നത് സംബന്ധിച്ച് BJP-യിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഇന്നലത്തെ യോഗത്തിലും ഇത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. കക്ഷി നേതാവാകണമെന്ന ആവശ്യത്തിൽ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നതാണ് വിവരം. ഇപ്പോൾ അരുൺ തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുകയാണ്. അരുൺ, അല്പസമയം മുമ്പ് സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലടക്കം നമുക്കറിയാം വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായും ആ വിഷയങ്ങളിലെല്ലാം BJP-ക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഈ നേതാക്കളാണ്. അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതായത് സ്പീക്കർക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണോ കക്ഷി നേതാവ്? അഭിലാഷ്, 3 പേരാണ് BJP-ക്ക് നിയമസഭയിൽ അംഗങ്ങളായുള്ളത്. ആ 3-ൽ ഒന്നാമൻ ആരെന്ന തർക്കമാണ് BJP-യിൽ ഇപ്പോൾ ഉള്ളത്. 3 പേർ, 2 പേര് വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒരാൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്, നിയമത്തെ പ്രതിനിധി രാജീവ് ചന്ദ്രശേഖർ. കഴക്കൂട്ടം MLA വി മുരളീധരനാകട്ടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. പാർലമെന്റ് രംഗത്ത് ഒരുപക്ഷെ രാജീവിനേക്കാൾ കുറച്ചുകൂടി പരിചയമുണ്ടെന്ന് പറയാവുന്ന ഒരു നേതാവ്. ഇതിൽ ആര് BJP-യുടെ നിയമസഭാ കക്ഷി നേതാവാകണമെന്ന കാര്യത്തിലാണ് തർക്കം. രണ്ട് നേതാക്കളുടെയും നേതാക്കൾ ഇവർക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 2 പേർക്കും ഈ കക്ഷി നേതാവ് സ്ഥാനത്തേക്ക് വരാനുള്ള താല്പര്യവുമുണ്ട്. ഇന്നലെ ചേർന്ന യോഗത്തിൽ അതുകൊണ്ടാണ് തീരുമാനമാകാത്തത്. മുരളീധരൻ തന്നെ ആകണമെന്ന് അദ്ദേഹവും രാജീവ് ചന്ദ്രശേഖർക്ക് പദവി വേണം അദ്ദേഹവും ആവശ്യപ്പെടുന്നു. ഇന്നലെയും ഇന്നുമൊക്കെ സഭയിൽ കക്ഷി നേതാക്കൾക്കുള്ള മുൻനിര സ്ഥാനം, ഇരിപ്പിടം രാജീവ് ചന്ദ്രശേഖരനാണ്. മുരളീധരനായാൽ അത് മാറിക്കൊടുക്കേണ്ടി വരും. 3 സ്ഥാനങ്ങളാണ് സഭയിൽ സ്വാഭാവികമായും ഒരു കക്ഷിക്കുണ്ടാവുക. അത് ഒന്ന് നിയമസഭാ കക്ഷി നേതാവ്, 2 നിയമസഭാ കക്ഷി സെക്രട്ടറി, മറ്റൊന്ന് നിയമസഭാ കക്ഷി വിപ്പ്. ഈ 3 സ്ഥാനങ്ങൾ 3 പേർക്കായി വീതിച്ചെടുക്കാം. പക്ഷേ കക്ഷി നേതാവ് ആരെന്ന വീതം വെപ്പിച്ചുള്ള തർക്കമാണ് BJP-യിൽ ഇപ്പോഴുള്ളത്. ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് നേതൃത്വം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് തീരുമാനമുണ്ടായേക്കും, അവിടെ നിന്ന് അറിയിപ്പ് വരുമെന്നുള്ളതാണ്. സാധാരണ BJP-യുടെ എല്ലാ തീരുമാനങ്ങളും പ്രഖ്യാപനം കേന്ദ്രത്തിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇതിനാര് എന്ന കാര്യം ഇപ്പോഴും ഒരു സമവായത്തിലെത്തിയിട്ടില്ല. 2 നേതാക്കളും ഒരു സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു, തർക്കിക്കുന്നു എന്നുള്ളതാണ് BJP-യിലെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. ഏതായാലും ഇന്നലെയുമൊക്കെ മുൻനിരയിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹം ആ സ്ഥാനം വിട്ടുകൊടുത്ത് പിൻനിരയിലേക്ക് മാറാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ മുരളീധരന്റെ പ്രതികരണം ഏത് വിധത്തിലാകുമെന്നതും വളരെ കൗതുകകരമാണ്. അഭിലാഷ്, യെസ്, അതാണ്. അതായത് തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് അരുൺ നൽകുന്ന സൂചന. അതായത് 3 അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ സഭയിൽ BJP-ക്കുള്ളത്. ആ 3-ൽ ഒന്നാമൻ ആര് എന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ആണ് തുടരുന്നത് എന്നുള്ളതാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖറാണോ അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാം കേന്ദ്ര സഹമന്ത്രി കൂടി ആയിരുന്ന വി മുരളീധരൻ ആണോ ഈ നിയമസഭാ കക്ഷി നേതാവ് എന്ന പദവിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു തർക്കത്തിന് ഇപ്പോഴും അവസാനമായിട്ടില്ല എന്നാണ് VV അരുൺ നൽകുന്ന റിപ്പോർട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.